ഇന്ന് ഓർമ്മകളുടെ മഞ്ഞക്കൂടാരം തുറന്ന് സ്നേഹത്തിൻ്റെ വിലാസം തേടുന്ന ലോക തപാൽ ദിനം. അതെ, ഇന്ന് ഒക്ടോബർ 9 ലോക തപാൽ ദിനമായി ലോകം ആചരിക്കുകയാണ്. ഒരു ഏർലി 90 കിഡ്സ് മുതൽ അങ്ങോട്ട് പിന്നിലോട്ട് തപാൽ അല്ലെങ്കിൽ കത്തുകൾ എന്ന് പറയുന്നത് എന്നും അവരുടെ ഹൃദയത്തിൽ ഒരുപാട് ഓർമ്മകൾ സൂക്ഷിക്കുന്ന, അത് സന്തോഷത്തിൻ്റെ ആയിക്കോട്ടെ, സ്നേഹത്തിൻ്റെ ആയിക്കൊള്ളട്ടെ, ഒരുപക്ഷെ വേദനയുടെ, നൊമ്പരത്തിൻ്റെയൊക്കെ എല്ലാം ഒരു ഓർമ്മകൾ സൂക്ഷിക്കുന്ന ഒരു ആശയവിനിമയ മാർഗമായിരുന്നു. പലപ്പോഴും ഇന്നത്തെ മെസ്സേജുകളും കോളുകളും ചെറിയ ചെറിയ സന്ദേശങ്ങൾക്കൊക്കെ അപ്പുറം ഒരു കത്തിന് അല്ലെങ്കിൽ ഒരു സന്ദേശം കത്തിലൂടെ എഴുതി അയക്കുമ്പോൾ അതിന് ജീവനുണ്ടായിരുന്നു. പലപ്പോഴും പല ആളുകളുടെയും ഹൃദയമായിരുന്നു ഓരോ കത്തിലൂടെയും പകർന്ന് നൽകിക്കൊണ്ടിരുന്നത്. അത് എഴുതുന്നവന് അവൻ ഹൃദയത്തിൽ തട്ടി, അവൻ ഹൃദയത്തിൽ ആ വ്യക്തിയെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് എന്തെല്ലാം ആ വ്യക്തിയോട് പറയണം, അത് എങ്ങനെയൊക്കെ പറയണം, ഞാൻ എത്തരത്തിൽ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നെല്ലാം ഹൃദയത്തിൽ കൊണ്ടുവന്ന് സംഗ്രഹിച്ച് അത് തൂലികകളിലൂടെ ഒരു പേപ്പറിലേക്ക്, പത്രത്താളുകളിലേക്കൊക്കെ അത് എഴുതുമ്പോൾ, അത് പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞ് അതൊരു വ്യക്തിയിലെത്തുമ്പോൾ, ഒരുപക്ഷെ ആ ഒരു കത്തിനായി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ദിവസങ്ങളായി. ആ കാത്തിരിക്കുന്ന വ്യക്തിയിലേക്ക് ആ ഒരു കത്ത് കിട്ടി, അത് പൊട്ടിച്ച് തുറക്കുമ്പോൾ ആ എഴുതിയ ആളുടെ വികാരം അത് എത്ര ദിവസം കഴിഞ്ഞാലും അത് ഒട്ടുപോലും ഒന്നുപോലും മങ്ങാതെയും മായാതെയുമെല്ലാം അതേ ജീവനോടുകൂടി വായിക്കുന്ന വ്യക്തിക്കും ലഭിക്കുന്നു എന്നതാണ് ഈ കത്തിലൂടെയുള്ള ആശയവിനിമയത്തിൻ്റെ ആ ഒരു ജീവൻ നിലനിൽക്കുന്നത്. ഇന്ന് ഒരുപക്ഷെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ സന്ദേശങ്ങൾ ദിവസങ്ങൾ വൈകിക്കേണ്ട, മിനിറ്റുകൾ പോലും വേണ്ട, സെക്കൻഡുകൾ കൊണ്ട് സന്ദേശങ്ങൾ കൈമാറുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ കൈമാറപ്പെടുന്നത് സന്ദേശങ്ങളാകാം, പക്ഷേ അവിടെ ഹൃദയമോ ഒരു വ്യക്തിയുടെ മനസ്സോ കൈമാറപ്പെടുന്നില്ല. അല്ലെങ്കിൽ ആ ഹൃദയത്തിൽ ആ വ്യക്തിയോടുള്ള സ്നേഹമോ അല്ലെങ്കിൽ ആ വ്യക്തിയോട് പറയേണ്ട കാര്യങ്ങൾ എത്രത്തോളം ഗൗരവമുള്ളതാണോ, എത്രത്തോളം സ്നേഹത്തോടെയുള്ളതാണോ, അതെല്ലാം അതിൻ്റെതായ അർത്ഥത്തിൽ കൈമാറപ്പെടുന്നില്ല എന്നത് ഇന്നത്തെ ആധുനിക സന്ദേശങ്ങളുടെ ആ ഒരു കുറവായി ഇന്നും നിലനിൽക്കുന്നു. അപ്പോഴാണ് കത്തിൻ്റെ ആ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളുമായി ഒരു തപാൽ ദിനം കൂടി വന്നെത്തിയിരിക്കുന്നത്. ഈ ഒരു തപാൽ ദിനത്തിൽ അതിൻ്റെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ 1874 അന്താരാഷ്ട്ര പോസ്റ്റൽ യൂണിയൻ സ്ഥാപിക്കപ്പെട്ടതിൻ്റെ ഓർമ്മ പുതുക്കിയാണ് എല്ലാ വർഷവും ഒക്ടോബർ 9 ഈ ദിനമായി നമ്മൾ ആചരിക്കുന്നത്. സാങ്കേതികവിദ്യ എത്ര വളർന്നാലും സാധാരണക്കാരൻ്റെ വിനിമയമുദ്രയായി പ്രതീക്ഷയുടെ എഴുത്തുകൾ വീട്ടുവാതിലിൽ എത്തുന്ന തപാൽ ശൃംഖലയുടെ പ്രാധാന്യം ഈ ദിനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്.